പി വി അൻവർ MLA വെളിപ്പെടുത്തലോടെ വിവാദത്തിലായ മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നു. എടവണ്ണ സ്വദേശിയായ ASI ശ്രീകുമാറിന്റെ ആത്മഹത്യ SP പീഡനം കാരണമാണെന്ന് ആരോപിച്ച് സുഹൃത്ത് നാസർ രംഗത്തെത്തി. അവധി പോലും നൽകാതെ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. ഞാനവിടെ റബ്ബർ തോട്ടത്തിൽ കൊടുത്ത് എത്ര ആളെ മർദ്ദിച്ചിട്ടുണ്ട് എനിക്കറിയാം. അപ്പോൾ അത് എന്തിനാത് ചെയ്യണേ? അപ്പോൾ പ്രതികൾ ഞങ്ങളെ കൂട്ടത്തിൽ ഗുണ്ടകൾ പറഞ്ഞൊരു ടീമുണ്ടോ അല്ലോ കൂട്ടത്തിൽ. ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ആരോഗ്യ ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്ക് കഴിയാതെയായി. പറഞ്ഞിട്ടാണ് ശ്രീകുമാർ ഇങ്ങനെ മർദ്ദിച്ചിരുന്നത്. നമ്മളെ പോലീസിൻ്റെ ഇപ്പോഴത്തെ ഉന്നതമായ SP മുതൽ SP ആണ് അതിൻ്റെ കൂടുതലും. കാരണം നിലമ്പൂർ ഒരാഴ്ചയാണെങ്കിൽ കാളിയാവായിരിക്കും ഒരാഴ്ച, അല്ലെങ്കിൽ അങ്ങോട്ട് വേറെ എവിടേക്കെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ മഞ്ചേരി ആയിരിക്കും. ഡിപ്പാർട്ട്മെൻറ്റിൽ പോകാൻ ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കാനോ അനുഭവിച്ചിട്ടില്ല. ബുദ്ധിമുട്ടിക്കൽ കൊണ്ട്, പീഡനം കൊണ്ട്, അതുകൊണ്ട് തന്നെയാണോ ആത്മഹത്യ ചെയ്തത്. അഷ്കർ അലിയുടെ വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ ആത്മഹത്യ ചെയ്ത പോലീസുകാരൻ്റെ സുഹൃത്തിൻ്റെ പ്രതികരണമാണ്, ഇപ്പോൾ നാസറിൻ്റെ പ്രതികരണമാണ് കണ്ടത്. പ്രതികളെ മർദ്ദിക്കാൻ SP നിർബന്ധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴാണ് ഈ പോലീസുകാരൻ ശ്രീകുമാർ ആത്മഹത്യ ചെയ്തത്? സ്മൃതി, 2021 ജൂൺ 10-നാണ് പെരിന്തൽമണ്ണ ASI ആയിരുന്ന എടവണ്ണ സ്വദേശി ASI ശ്രീകുമാർ ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരിക്കുന്നത് ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള SP സുജിത് ദാസ് ആയിരുന്നു. ഈ സുജിത് ദാസ് അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വേട്ടയാടൽ മൂലം തന്നെയാണ് ASI ആയിരുന്ന ശ്രീകുമാർ ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ സുഹൃത്ത് വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, ആ ശ്രീകുമാറിന്റെ മരണം അല്ലെങ്കിൽ ആത്മഹത്യകളെ കാരണം പോലും അട്ടിമറിക്കാൻ SP അടക്കമുള്ളവർ ശ്രമിച്ചു എന്ന ഗുരുതര വെളിപ്പെടുത്തലാണ് നാസർ പറയുന്നത്. ഈ ശ്രീകുമാർ ആത്മഹത്യ ചെയ്യുന്നതിന്റെ 2 മണിക്കൂർ മുമ്പ് വരെ ഈ സുഹൃത്തായിട്ടുള്ള നാസറുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ തനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നേരിടേണ്ടി വന്ന കൊടിയ പീഡനങ്ങളെ കുറിച്ച്, മാനസിക പീഡനങ്ങളെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായി സുഹൃത്തിനോട് വെളിപ്പെടുത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെയുള്ള പോലീസുകാർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ആഭ്യന്തര വകുപ്പും SP-യുമാണ്, ഞങ്ങളെയൊക്കെ തീർത്തിട്ടേ ഈ SP പോകൂ എന്നുള്ള രീതിയിലൊക്കെയുള്ള പരാമർശങ്ങൾ ശ്രീകുമാർ സുഹൃത്ത് നാസറുമായി പങ്കുവെക്കുകയും ചെയ്തു. എല്ലാത്തിലും ഉപരി ശ്രീകുമാർ ആത്മഹത്യ ചെയ്ത ശേഷം പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ നാസർ ഈ ശ്രീകുമാറിന്റെ വീട്ടിലെത്തിയിരുന്നു. പിന്നീട് നാസറിന് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രീകുമാറിന്റെ ഡയറിയിലെ ആത്മഹത്യക്കുറിപ്പെന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ കീറിയെടുത്ത് കൊണ്ടുപോയതായി നാസർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. നാസർ കാഴ്ചയ്ക്ക് സാക്ഷ്യമാണ്. അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസങ്ങളിലും ഡയറി എഴുതിയിരുന്ന ശ്രീകുമാറിന്റെ ഒരു ഡയറി കുറിപ്പ് അടങ്ങുന്ന ഒരു ഡയറിയും അവിടെ ഉണ്ടായിരുന്നു. അതിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പോലീസ് സേനയുമായി ബന്ധപ്പെട്ട ശ്രീകുമാറുണ്ടായ അനുഭവങ്ങളും വേട്ടയാടലുകളും എല്ലാം അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നതെന്നാണ് ശ്രീകുമാർ തന്നെ നാസറിനോട് പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഡയറിയും ഇതേ സമയം തന്നെ പോലീസുകാർ എടുത്ത് കൊണ്ടുപോകാനുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. അഥവാ ആ ഡയറി കുറിപ്പടക്കം പോലീസ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ നാസർ വെളിപ്പെടുത്തുന്നത്. സ്മൃതി, ശരി, കൂടുതൽ ആരോപണങ്ങൾ SP സുജിത് ദാസിനെതിരെ ഉയരുകയാണ്. SP സുജിത് ദാസ് വീണ്ടും ലീവ് കഴിഞ്ഞ് തിരിച്ചെത്തി, പക്ഷേ ചുമതലയൊന്നും നൽകിയിട്ടില്ല. അതിനിടയ്ക്കാണ് ഗുരുതരമായ കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരുന്നത്.